എറിത്രോപോയ്സിസ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എറിത്രോപോയ്സിസിനെ പറ്റിയാണ്. എറിത്രോപോയ്സിസ് എന്ന് പറയുന്നത് RBC എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എറിത്രോപോയ്സിസ് എന്ന് വിളിക്കുന്നത്. സൈറ്റ്സ് ഓഫ് എറിത്രോപോയ്സിസ്. സൈറ്റ്സ് ഓഫ് എറിത്രോപോയ്സിസ് നമ്മൾ രണ്ട് രീതിക്കാണ് പറയുന്നത്. ഒന്ന് ഇൻട്രായൂട്രൈൻ ലൈഫിലുള്ള സൈറ്റ്സും പിന്നെ ആഫ്റ്റർ ബർത്തിലുള്ള സൈറ്റ്സും. അപ്പോൾ ഇൻട്രായൂട്രൈൻ ലൈഫ് നമ്മൾ എറിത്രോപോയ്സിസ് 3 ഫേസ് ആയിട്ടാണ് പറയുന്നത്. ഒന്ന് മീസോബ്ലാസ്റ്റിക് ഫേസ്, രണ്ടാമത്തേത് ഹെപ്പാറ്റിക് ഫേസ്, മൂന്നാമത്തേത് മൈലോയിഡ് ഫേസ്. അതിൽ ഫസ്റ്റ് നമുക്ക് മീസോബ്ലാസ്റ്റിക് ഫേസിനെ പറ്റി പഠിക്കാം. മീസോബ്ലാസ്റ്റിക് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3rd വീക്കിലാണ്. അത് 3 months വരെ ഡ്യൂറേഷനിൽ പോകും. അതിൻ്റെ സൈറ്റ് പറയാന്ന് വെച്ചാൽ അത് മീസോഡേം ഓഫ് ദ യോക്ക് സാക്കാണ് പ്രൊഡക്ഷൻ ഓഫ് RBCൻ്റെ സൈറ്റ്. ഇനി രണ്ടാമത്തേത് ഹെപ്പാറ്റിക് ഫേസ്. പേര് കേട്ടാൽ തന്നെ അറിയാം, ഹെപ്പാറ്റിക് റിലേറ്റഡ് ടു ലിവർ. അപ്പോൾ സൈറ്റ് എവിടെയാണ്? ലിവറാണ്. ഇതിൻ്റെ മന്ത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു ചോദിച്ചാൽ 2nd month സ്റ്റാർട്ട് ചെയ്യും. ഇത് ഡെലിവറി വരെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഒരു പീക്ക് ലെവലിലൊക്കെ കാണപ്പെടുന്നത് ഒരു 5 to 6 months പീക്ക് ലെവൽ ഓഫ് കാണപ്പെടുന്നത്. പിന്നെ ഇവിടെ ഇതേ ഫേസിൽ സ്പ്ലീനിൽ നിന്നും RBC പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു 3rd month to 7th month വരെയൊക്കെയാണ് സ്പ്ലീനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ മന്തും ത്രൂ ഔട്ട്ലി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറിനാണ്. ഇനി ലാസ്റ്റ് ഫേസാണ് മൈലോയിഡ് ഫേസ്. ഈ മൈലോയിഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5th month തൊട്ടാണ്. അത് ആഫ്റ്റർ ദ ബർത്തും മൈലോയിഡ് ഫേസ് ആഫ്റ്റർ ദ ബർത്ത് രീതിക്കാണ് പോകുന്നത്. കാരണം ബോൺ മാരോയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മൈലോയിഡ് ഫേസിലാണ്. അപ്പോൾ ആഫ്റ്റർ ബർത്ത് പറയുന്നേരം നമ്മൾ റെഡ് ബോൺ മാരോയിലേക്ക് മാത്രം ചുരുങ്ങും. ഈ പ്രൊഡക്ഷൻ റെഡ് ബോൺ മാരോയിൽ മാത്രമായിരിക്കും. ഈ റെഡ് ബോൺ മാരോ എവിടെയൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 5 വയസ്സ് വരെ എല്ലാ ബോണിലും ഈ റെഡ് ബോൺ മാരോ കാണാൻ പറ്റും. അപ്പോൾ RBCയുടെ പ്രൊഡക്ഷൻ എല്ലാ ബോണിലും നടക്കും. പക്ഷേ ഒരു 6 to 20 വയസ്സ് വരെ പറയുകയെന്ന് വെച്ചാൽ ഈ റെഡ് ബോൺ മാരോ ആകെ ലോങ് ബോണിലും മെംബ്രേനിയസ് ബോണിലും മാത്രമേ കാണപ്പെടൂ. 20 വയസ്സിന് ശേഷം ഇത് കുറച്ചുകൂടിയും ചുരുങ്ങി അപ്പർ എൻഡ് ഓഫ് ദ ലോങ് ബോൺ പിന്നെ മെംബ്രേനിയസ് ബോണിലും കാണും. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു RBCൻ്റെ ഡിമാൻഡ് കൂടുമോ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നേരം നമ്മളെ യെല്ലോ ബോൺ മാരോ ഇല്ലേ, ബോൺ മാരോ 2 ടൈപ്പ് ഉണ്ട്, യെല്ലോ ഉണ്ട് റെഡും ഉണ്ട്. അല്ലെങ്കിൽ യെല്ലോ ബോൺ മാരോ ശരിക്കും ഇനാക്റ്റീവാണ്. അതപ്പം ആക്റ്റീവായിട്ടുള്ള റെഡ് ബോൺ മാരോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പം ബോൺ മാരോ ഒക്കെ എന്തെങ്കിലും കാരണവശാൽ നശിച്ചു പോകും, അല്ലെങ്കിൽ ഫൈബ്രോസിസ് വരും, അങ്ങനത്തെ കേസുകളൊക്കെ വരുന്നേരം നമുക്കവിടെ എക്സ്ട്രാ മെഡുലറി ഹെമറ്റോപോയ്സിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. അതിൽ പറയുന്നത് അവിടെ മേജർ സൈറ്റ് പറയുന്നത് ലിവറും സ്പ്ലീനും ആണ് അവിടെ RBC പ്രൊഡക്ഷൻ്റെ മേജർ സൈറ്റ്. സ്റ്റേജസ് ഓഫ് എറിത്രോപോയ്സിസ്. ഈ എല്ലാ ബ്ലഡ് സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശരിക്കും ഒരു പ്രീജനറ്റൽ സെല്ലായിട്ടുള്ള പ്ലൂറിപൊട്ടൻറ്റ് അൺകമ്മിറ്റഡ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലാണ്. അതാണ് നമ്മുടെ പ്രിക്കേഴ്സർ സെൽ എന്നറിയപ്പെടുന്നത്. എല്ലാ ബ്ലഡ് സെൽസിൻ്റെയും പ്രിക്കേഴ്സർ സെല്ലാണ് ഈ പ്ലൂറിപൊട്ടൻറ്റ് അൺകമ്മിറ്റഡ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ. ഇത് പിന്നീട് BFUE ആവും. BFUE എന്ന് പറഞ്ഞാൽ ബസ് ഫോമിങ് യൂണിറ്റ് ഓഫ് എറിത്രോസൈറ്റ്സ്. ഇത് RBCയിലേക്ക് മാത്രം, അതായത് RBC ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്റ്റേജസ് ഓഫ് എറിത്രോപോയ്സിസ്. പ്ലൂറിപൊട്ടൻറ്റ് അൺകമ്മിറ്റഡ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലാണ് എല്ലാ ബ്ലഡ് സെൽസിൻ്റെയും പ്രിക്കേഴ്സർ സെൽ എന്നറിയപ്പെടുന്നത്. ഈ സെല്ലിൽ നിന്നാണ് എല്ലാ ബ്ലഡ് സെല്ലും ഫോം ചെയ്യുന്നത്. അതായത് എല്ലാ ബ്ലഡ് സെല്ലിലും മേജറായിട്ട് അല്ലെങ്കിൽ സെയിം ആയിട്ട് കാണപ്പെടുന്ന ഒരു സെല്ലാണ് പ്ലൂറിപൊട്ടൻറ്റ് അൺകമ്മിറ്റഡ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ല്. ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ബ്രസ്റ്റ് ഫോമിങ് യൂണിറ്റ് ഓഫ് ദ എറിത്രോസൈറ്റ്സ് ഫോം ചെയ്യുന്നത്. ഈ ബ്രസ്റ്റ് ഫോമിങ് യൂണിറ്റ് ഓഫ് ദ എറിത്രോസൈറ്റ് എന്ന് പറയുന്ന സെല്ല് പ്രീജനേറ്റൽ സെൽ ഓഫ് ദ എറിത്രോയിഡാണ്. ഈ BFUE എന്നാണ് പിന്നെ നമ്മൾ കോളനി ഫോമിങ് യൂണിറ്റ് ആയിട്ടുള്ള സെൽസ് ഫോം ചെയ്യുന്നത്. അത് കോളനി ഫോമിങ് യൂണിറ്റ് ഓഫ് എറിത്രോസൈറ്റിൽ നിന്ന് പ്രോ എറിത്രോബ്ലാസ്റ്റ് ആവാൻ 5 to 7 days ആണ് എടുക്കുന്നത്. ഈ പ്രോ എറിത്രോബ്ലാസ്റ്റ് നിന്ന് ഏർലി നോബോബ്ലാസ്റ്റ് ആണ് അടുത്ത സ്റ്റേജ്. ഈ പ്രോ എറിത്രോബ്ലാസ്റ്റിനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ പ്രോ എറിത്രോബ്ലാസ്റ്റ് റൗണ്ടും അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള ന്യൂക്ലിയസ് ആയിരിക്കും കാണാം. പിന്നെ ഒരു 15 to 20 മൈക്രോമീറ്റർ ആയിരിക്കും ഡയമീറ്റർ. ഇതിൻ്റെ അകത്ത് ഫെർട്ടിൻ പ്രസൻ്റ് ആയിരിക്കും. പ്രോ എറിത്രോബ്ലാസ്റ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് അത് പ്രോ എറിത്രോബ്ലാസ്റ്റ് എന്നത് ഏർലി നോമോബ്ലാസ്റ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഏർലി നോമോബ്ലാസ്റ്റിൻ്റെ സെൽസിനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ അത് 12 to 17 മൈക്രോമീറ്റേഴ്സാണ് ഡയമീറ്റർ പറയുന്നത്. ന്യൂക്ലിയസ് അതായത് നമ്മളെ പ്രോ എറിത്രോബ്ലാസ്റ്റിനെക്കാട്ടും
സ്മോളർ ആയിരിക്കും. പിന്നെ പ്രോ എറിത്രോബ്ലാസ്റ്റിൽ ഒരു 2 to 3 ന്യൂക്ലിയോലയൊക്കെ ഉണ്ടാവും. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മളെ ഏർലി നോർമോബ്ലാസ്റ്റിലേക്ക് വരുമ്പം ന്യൂക്ലിയോലയൊന്നും ഇല്ല, അത് ആബ്സെൻ്റ് ആണ്. ന്യൂക്ലിയോയൊക്കെ ആബ്സെൻ്റ് ആണ്. ന്യൂക്ലിയോല ആബ്സെൻ്റ് ആണ്, ന്യൂക്ലിയസ് സ്മോളർ സൈസും ആയിരിക്കും. പിന്നെ ഏർലി നോർമോബ്ലാസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്രോമാറ്റിൻ കണ്ടൻസേഷൻ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഏർലി നോർമോബ്ലാസ്റ്റ്. ഇവിടെ ഹീമോഗ്ലോബിൻ ആബ്സെൻ്റ് ആയിരിക്കും. പിന്നെ സൈറ്റോപ്ലാസമൊക്കെ ബാസോഫിലിക് സൈറ്റോപ്ലാസം ആണ് ഇവിടെ കാണപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ വെച്ചാൽ അത് ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് ആണ്. ഈ സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് കാർഡ് വീൽ ഷേപ്പ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ ഐക്കോണിക് എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാർഡ് വീൽ ഷേപ്പിൽ ന്യൂക്ലിയസ് കാണാം. ഡയമീറ്റർ പറയാന്ന് വെച്ചാൽ ഒരു 12 to 15 മൈക്രോമീറ്റേഴ്സ് വരെയാണ് ഡയമീറ്റർ ഉള്ളത്. ഇവിടെയും ക്രോമാറ്റിൻ കണ്ടൻസേഷൻ കാണപ്പെടുന്നതായിരിക്കും. ഇവിടെ പിന്നെ സൈറ്റോപ്ലാസം പറയാന്ന് വെച്ചാൽ പിങ്കും ബ്ലൂയിഷ് കളറിൻ്റെ ഒരു മിക്സാണ് കാണപ്പെടുന്നത്. രണ്ടും കാണാം, അതായത് ബേസോഫിലിക്കും അസിഡോഫിലിക്കും ആണ്. പിന്നെ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ടൈം നമ്മൾ ഹീമോഗ്ലോബിൻ ഏത് സെല്ലിലാണ് കാണാമെന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് പറയാം. ഈ സ്റ്റേജിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ മൈറ്റോസിസ് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്. ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് ലേറ്റ് നോർമോബ്ലാസ്റ്റ്. ലേറ്റ് നോർമോബ്ലാസ്റ്റിൻ്റെ പ്രത്യേകത പറയാന്ന് വെച്ചാൽ അതൊരു 8 to 12 മൈക്രോമീറ്റേഴ്സാണ് ഡയമീറ്റർ വരുന്നത്. ഈ സെല്ലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇത് ഏറ്റവും ചെറിയ ന്യൂക്ലിയേറ്റഡ് പ്രിക്കേഴ്സർ ഓഫ് RBC ആണ്. പിന്നെ ഈ സ്റ്റേജിലാണ് ഹീമോഗ്ലോബിൻ സിന്തസിസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. മറ്റേത് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ എന്താണ് കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് പൈനോട്ടിക് ന്യൂക്ലിയൈ കാണപ്പെടുന്ന ഒരു സ്റ്റേജാണ് ഈ ലേറ്റ് നോർമോബ്ലാസ്റ്റ്. ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് റെക്ടിക്കുലോസൈറ്റ് സ്റ്റേജ്. ഇതിൻ്റെ പ്രത്യേകത ഒരു 8 മൈക്രോമീറ്റേഴ്സാണ് ഡയമീറ്റർ പറയുന്നത്. പിന്നെ ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. പിന്നെ ഇത് പോളി ലോബുലേറ്റഡ് ആണ്. എക്സ്ട്രേഷൻ ഓഫ് ന്യൂക്ലിയസും കാരണം പോളി ലോബുലേറ്റഡ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ്, അതായത് നമ്മളെ മെച്ചർ എറിത്രോപോയ്സിസ് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു 7.2 to 7.5 മൈക്രോമീറ്റേഴ്സാണ് ഡയമീറ്റർ വരുന്നത്. ബൈക്കോൺകേവ് ഷേപ്പാണ്. റൈബോസോം ആബ്സെൻ്റ് ആയിരിക്കും. പിന്നെ ഹീമോഗ്ലോബിൻ സിന്തസിസും ആബ്സെൻ്റ് ആണ്. ഓരോ സ്റ്റേജിനും ഡിഫറെൻറ്റ് പേരുകൾ തന്നെയുണ്ട്. പ്രോ എറിത്രോബ്ലാസ്റ്റ് സ്റ്റേജിന് വേറൊരു പേരും കൂടിയുണ്ട്, പ്രോ നോർമോബ്ലാസ്റ്റ് സ്റ്റേജ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഏർലി നോർമോബ്ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞല്ലോ അവിടെ ബേസോഫിൽസ് സൈറ്റോപ്ലാസം കാണുന്നതുകൊണ്ട് തന്നെ അതിനെ ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റിൻ്റെ വേറൊരു പേരാണ് പോളിക്രോമാറ്റോഫിലിക് നോർമോബ്ലാസ്റ്റ്. ഈ ലേറ്റ് നോർമോബ്ലാസ്റ്റിനെ നമ്മൾ ഓർത്തോക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് എന്നും കൂടി വിളിക്കുന്നുണ്ട്. പ്രോ എറിത്രോബ്ലാസ്റ്റിൽ നിന്ന് മെച്ചുർ എറിത്രോസൈറ്റ്സ് ആവാൻ ടോട്ടലി 7 days ആണ് എടുക്കുന്നത്. ഇനി റെക്ടിക്കുലോസൈറ്റിൽ നിന്ന് മെച്ചുർ എറിത്രോസൈറ്റ്സ് ആവാൻ ജസ്റ്റ് 32 to 48 hours കൊണ്ട് മെച്ചുർ എറിത്രോസൈറ്റ്സ് ആവും.